അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കും ഇവിടെ സുഖം തന്നെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ കടി എന്ന് പറയുന്നത് ഇലയിൽ പറ്റിയ പത്തിരി ഉണ്ടല്ലോ. അപ്പോൾ ആർക്കും അതൊക്കെ അറിയുമെന്ന് അറിയില്ല. പണ്ടൊക്കെ എല്ലാ പെരയിലും ഇങ്ങനത്തെ ഇലയിൽ പറ്റിയ പത്തിരി അങ്ങനത്തെ ഒക്കെയാണ്. ഇപ്പം അങ്ങനെ ആരും ഉണ്ടാക്കലൊന്നുമില്ല. കണ്ണൂർ ഭാഗത്ത് ഇതിന് ഒറോട്ടി എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇലയിൽ പറ്റിയ പത്തിരിയാണ്. മക്കളെ, നമ്മൾ ഇലയിൽ പറ്റിയ പത്തിരി എങ്ങനെ പറ്റണത് നിങ്ങളൊന്ന് കണ്ടോക്കിട്ടോ. അറിയക്കാരം എല്ലാവർക്കും, എന്നാലും ചുരുക്കം ചില ആളുകൾക്കൊന്നും അറിയാത്തതൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനത്തെ പത്തിരിക്കാരം ഉണ്ടാക്കിക്കുക. നമ്മളെ വല്യമാരോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കണ്ടിട്ടോ. എന്നുമില്ലേ അപ്പവും ദോശയും ഇഡ്ഡലിയും പുട്ടും ഓട്ടടയും ചപ്പാത്തിയും ഒക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരോ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു രസമാണ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരു പത്തിരിയാണ്, ഇലപ്പത്തിരി. ഇത് വാഴൻ്റെ ഇലയിലും പരത്താം, പൊടിയണ്ണിൻ്റെ ഇലയിലും പരത്തട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവിടെ കീറി പോകുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല, എന്നാലും നമുക്ക് പരത്തി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇലപ്പത്തിരി. കണ്ടോ നിങ്ങൾ? അവിടെ തന്നെ മാവ് ഉണ്ടാക്കാണ്ട് നമ്മളൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ മക്കളെ, നമ്മൾ രാവിലെ നല്ല പത്തിരിയും ചായയൊക്കെ കുടിച്ചിക്കാണ്ട് പിന്നെ നമ്മളൊരു ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയാം. കാരണം മുഴുവൻ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ചൊക്കെ സാധനങ്ങളുള്ളൂ. അപ്പോൾ എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് ബിരിയാണി വെക്കാനും കൂടൂല. അപ്പോൾ ഉള്ള സാധനമൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഉച്ചക്കൊക്കെ. ഇപ്പോൾ സ്കൂളും മദ്രസൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ, മദ്രസ ഉണ്ടല്ലേ, സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ തിന്നുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഒന്ന് ഉണ്ടാക്കുക. അവർക്ക് ബിരിയാണിയോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. വെറുംചോറൊന്നും അങ്ങനെ പറ്റുണ്ടാവില്ല. കുട്ടികളല്ലേ, ഓലെ കഥ ഇപ്പം അങ്ങനെയല്ലേ, വലിയോലെ മാതിരിയല്ലല്ലോ. അപ്പം മക്കളെ, നമ്മൾ ബിരിയാണിയൊക്കെ ഒരു വിധമൊക്കെ ഉണ്ട് ഒപ്പിച്ചിക്കണ്. കോഴി പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. ഒക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മളെന്താ കാട്ടണമെന്ന് വെച്ചാൽ മുറ്റടിച്ച് തരാൻ പോന്നിക്കുകയാണ് കേട്ടോ. മുറ്റം ഇങ്ങോട്ട് അടിച്ചു തരാൻ പോന്നിക്കുകയാണ്, എല്ലാ പണിയും വേണ്ടെടുക്കുക. അപ്പോൾ മുറ്റടിച്ച് തരലൊക്കെ കഴിഞ്ഞു. എന്നാ നമ്മളെ കിണർ വൃത്തിയാക്കിയ നല്ല ശുദ്ധമായ കിണർ, നല്ല വൃത്തിയുണ്ട് ഇതിലേക്ക് നോക്കിയാൽ. മറ്റൊരു കാട് പിടിച്ചുകൊണ്ടേനു. അപ്പം എല്ലാവരും കിണറും ഇങ്ങനെയൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കാൻ നോക്കിക്കൊണ്ടിട്ട് മക്കളെ. കാരണം ഇപ്പോൾ മഴക്കാലമായി തുടങ്ങുന്നുണ്ട്. രോഗങ്ങൾ ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന്. കൊറോണ കഴിഞ്ഞപ്പോൾ വേറെ ഒന്ന്, അത് കഴിഞ്ഞപ്പോൾ വേറെ ഒന്ന്, അത് കഴിഞ്ഞപ്പം ഇപ്പോൾ എന്താ പറയുക, മഞ്ഞപ്പിത്തം. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവണം പഠിച്ചോനല്ലാതെ അറിയില്ല. പഠിച്ചോൻ എല്ലാവരും കാക്കട്ടെ. രോഗങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ അങ്ങനെ വരികയാണ്. പഠിച്ചോൻ നമ്മളെല്ലാവരും കാക്കട്ടെ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സം പഠിച്ചോൻ കൊടുക്കട്ടെ, തരട്ടെ. അപ്പോൾ അതാ എല്ലാവരും കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കി. പിന്നെ ഈ മഴക്കാലത്ത് ഈ മഴ പെയ്ത് കാണും ചിരട്ടിയിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ടിട്ടോ കാണുകയാണെങ്കിൽ. പിന്നെ നമ്മൾ കാണാത്ത അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും, കാണുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കാണ്ടിട്ടോ. അപ്പം നമ്മൾ തന്നെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ രോഗങ്ങൾ നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ പഠിച്ചവൻ്റെ അടുത്തുള്ള കാര്യമല്ലേ. അപ്പം അതാ നമ്മളെ കിണറ്റിൽ നിന്ന് വളരെ ചളിയാണത്, എത്രങ്ങാനും ചളിയാണ് അതിൻ്റെ അടിയിലുണ്ടായിൻ്റെതെന്നാ. ഇതിൻ്റെ അടിയിൽ മക്കളെ പാറയൊന്നല്ല കേട്ടോ, വെറും ചവിടി മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ വേഗം കലങ്ങണ വെള്ളമാണ്.
അപ്പോൾ നമ്മളെ കിണർ വൃത്തിയാക്കലൊക്കെയാണ് കഴിഞ്ഞ് കിട്ടിയിരിക്കണ ഏതായാലും കൊല്ലം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി തുടങ്ങുകയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ യൂണിഫോം വാങ്ങി വെച്ചിരിക്കണതാ. കുറേ ആയിക്കണം യൂണിഫോം വാങ്ങണം പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഏതായാലും കൊല്ലം 2 കൂട്ടം വാങ്ങിക്കണം. കഴിഞ്ഞ കൊല്ലം 1 കൂട്ടം വാങ്ങിയിട്ട് അതുകൊണ്ട് ഇടങ്ങേറായിരുന്നു. കാരണം എന്താ വെച്ചാൽ 1 കൂട്ടമാകുമ്പോൾ നമുക്ക് ഗതികേടാണ്. മഴ പെയ്താലൊന്നും ഉണങ്ങി കിട്ടൂല. പിന്നെ പിറ്റേന്ന് പോകണമെങ്കിൽ അത് ഉണങ്ങിയിട്ട് വേണ്ടി വരും ഇട്ടാൻ. കുറി ഏതായാലും കണ്ടറിഞ്ഞ് കാണാൻ 2 കൂട്ടം തന്നെ ഞാൻ വാങ്ങിക്കണേ. ഇതാണ് ഓൾക്കാണ് കേട്ടോ. ഈ തുണികളൊക്കെ ഇടക്കിരുത്തക്കണ ഈ കുട്ടി ഓൾക്കാണ് ഇപ്പോൾ 2 കൂട്ടി യൂണിഫോം. എൻ്റെ ചെറിയ മോളാണ്. ഓളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ ഓളിങ്ങനെ പിന്നെ ബെഡ് വൃത്തിയാക്കുക, എന്തെങ്കിലും മടക്കി വെക്കുക അങ്ങനത്തെ ഒക്കെ എടുത്തു തരും കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം, അപ്പോഴേ എടുത്തു തരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളല്ലേ, ഒരു ഫോണുമ്മലൊക്കെ കളിച്ചിക്കാണ്ട് ഇങ്ങനെ ഓരോ കളികളിൽ ഇങ്ങനെ ഏർപ്പെട്ട് പോകും. അപ്പോൾ നമ്മളെ മിറ്റടിച്ചലും ഒക്കെ കഴിഞ്ഞിരിക്കണ്. ബിരിയാണിയുടെ ദമ്മിടാൻ വെച്ചിരിക്കണ്. പിന്നെ അപ്പോൾ തിരുമ്പാള് കണ്ടാൽ വേണ്ട തിരുമ്പിടണം. അപ്പോൾ ഇനി പിന്നെ ഏതൊക്കെ പണികളെ കണ്ടാലും തിരുമ്പാള് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയൂല. അപ്പോൾ മിറ്റടിച്ചേരിക്കൊണ്ട് തിരുമ്പാളാണ് തിരുമ്പിടണം. എന്നാൽ പിന്നെ തിരുമ്പാള് നോക്കണ്ടല്ലോ. നമുക്ക് പിന്നെ മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കല്ലുമ്മ തന്നെ അടിച്ച് തിരുമ്പണം. തന്നെ തിരുപ്പതി കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് നമ്മളെ പെരൻ്റെ തറയും മുറ്റൊക്കെ ആകെ എരപ്പയിക്കണം. കാരണം മുറ്റത്തൊക്കെ വെറും വെള്ളമാണ്. വെള്ളമല്ല പിന്നെ മണ്ണാണ്. അപ്പോൾ നമ്മളെ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മൂടി കംഫോർട്ടൊക്കെ ഒഴിച്ചിക്കാണ്ട് ചെറിയൊരു മണം കിട്ടാൻ വേണ്ടി അതൊക്കെ നമ്മൾ ഒഴിച്ചിക്കണ്. അപ്പോൾ അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഉണ്ടാകുമ്പോൾ ഒഴിച്ചാന്നുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് തോരടട്ടെ കേട്ടോ. തുണി പിയ്യാനൊന്നും വെച്ച മക്കളെ പിജ്ജാനൊന്നും വെച്ച കജ്ജാണെങ്കിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. എല്ലൊക്കെ പിയ്യാനേ കഴിയും. അപ്പോൾ ആ വെയ്ക്കണ മാതിരിയൊക്കെ ഒന്ന് പിഞ്ഞിക്കാണ്ട് തോരടട്ടെ. അതിൻ്റെ ഉള്ളിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് എനിക്ക് പിജ്ജാനും ഒൽമ്പാനൊന്നും വെച്ച വെള്ള മാതിരിയൊക്കെ ഒന്നാണ്ട് പിന്നെ ഒഞ്ചി തോരടട്ടെ. വെയ്ക്കണ മാതിരിയൊക്കെ ഉണ്ട്. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുകയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ട്. അപ്പം ഇവിടെ അടുത്ത തൊടുവിൽ പിന്നെ മൂച്ചിണ്ടായ്മ ചാടിയ മാങ്ങയുണ്ട്. നമ്മളതൊന്നല്ല, ആരാൻ്റെ തന്നെയാണ്. എന്നാലും ഓലോട് പറഞ്ഞിക്കാണ്ട് തന്നെയാണ് എടുക്കൽ. അപ്പം അങ്ങനെ കുറച്ച് മാങ്ങയും കിട്ടിയിരിക്കണ്. പിന്നെ ഇപ്പം അതാ ഇപ്പച്ചിയും കുട്ടികളും അങ്ങാടി പോയി വന്നപ്പോൾ കുറച്ച് മീൻ, നമ്മൾ കൂട്ടാൻ വെക്കണ മീനല്ല തന്നെയാണ്, ഈ വളർത്തണ മീനുണ്ടല്ലോ, അത് 2 എണ്ണമായിട്ടും കൊന്നിക്കണു. അപ്പോൾ അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നതിൻ്റെ മുമ്പുള്ള കാഴ്ചകളാണ്. ആര്യാണ് എടുത്ത് വെച്ചത് കേട്ടോ. 2 മീൻ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അത് കുട്ടികൾ ബക്കറ്റിക്കൊക്കെ വെള്ളം നിറച്ചുകൊണ്ട് അതിക്കൊക്കെ ഇട്ടിക്കണ്. ഓൽക്ക് ഇങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്തതല്ലേ. അപ്പം ഇങ്ങനെ എന്തേലൊക്കെ ആയിട്ട് കളിച്ചാനൊക്കെ എന്തേലൊക്കെ വേണം, അല്ലെങ്കിൽ ഈ ഫോണുമ്മൽ ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ അതാ നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ അതിൻ്റെ അടിയിൽ അയക്കണ്. തട്ടിക്കൂട്ട് ബിരിയാണി ഓൽക്കിപ്പോൾ ഇതായാലും മതി. അപ്പം അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഓൽക്ക് പൈച്ചനുണ്ട് പറഞ്ഞപ്പോൾ ഓൽക്ക് ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ്. ഓൽക്ക് മാത്രമല്ല നമ്മൾക്കും പൈച്ചണൊക്കെ ഉണ്ട്. ഇനി പൈപ്പ് മാറ്റിയിട്ട് മതി അടുത്ത പണിയൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ തിന്ന് നമ്മൾ ബിരിയാണി തട്ടിക്കൂട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. നല്ല രസമുണ്ടായിരുന്നു ബിരിയാണി, സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.